ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നും ഞാൻ വന്നിരിക്കുന്നത് നമുക്കൊക്കെ ഒരുപാട് പ്രയോജനകരമായിട്ടുള്ള നല്ലൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. തേങ്ങ ഇതുപോലൊന്ന് ചെയ്ത് നോക്കൂ. ഒരു തേങ്ങ മതി ഒരു മാസം മുഴുവൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ടൊന്ന് ലൈക്കും കൂടെ ചെയ്യുക കേട്ടോ. വീട്ടമ്മമാർക്ക് വളരെയധികം പ്രയോജനകരമായ നല്ലൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ ടിപ്പൊന്ന് കണ്ടു നോക്കാം. തേങ്ങ സാധാരണഗതിയിൽ നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ ഒരു 4-5 തേങ്ങയൊക്കെ ആയിരിക്കും ഒരാഴ്ചത്തേക്ക് വേണ്ടി വാങ്ങുക അല്ലേ. അങ്ങനെ വാങ്ങിക്കുന്ന സമയത്ത് തേങ്ങ ഇതുപോലെ ആ ഒരു തേങ്ങയുടെ മുകൾ ഭാഗം ഇതുപോലെ, അതായത് തേങ്ങയുടെ ആ ഒരു കണ്ണൊക്കെയുള്ള ഭാഗം മുകളിലേക്ക് വരത്തക്ക രീതിക്ക് നമ്മൾ വെക്കുകയാണെങ്കിൽ മാസക്കണക്കായാലും നമ്മുടെ തേങ്ങ കേടുകൂടാണ്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പൊന്ന് കണ്ടു നോക്കാം. തേങ്ങയുടെ മുടി അല്ലെങ്കിൽ തേങ്ങയുടെ നാര്, കുടുമി എന്നൊക്കെ അറിയപ്പെടുന്ന തേങ്ങയുടെ ആ ഒരു മുകൾ ഭാഗം സാധാരണഗതിയിൽ നമ്മൾ ക്ലീൻ ചെയ്ത് കളയുമ്പോൾ വലിച്ചെറിയാറാണല്ലോ പതിവ്, അല്ലെങ്കിൽ കത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കും. അങ്ങനെ അല്ലാണ്ട് കൊണ്ട് വളരെയധികം പ്രയോജനപ്പെട്ട ഒരു കിട്ടില്ല ടിപ്പുമായിട്ടാണ് കേട്ടോ ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാസ്ക് ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിനുശേഷം തേങ്ങയുടെ ആ ഒരു നാര്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നാര് വേണം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ നമുക്ക് മാസ്കിൻ്റെ ഉള്ളിലേക്കായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഉള്ളിൽ വെച്ച് കൊടുത്തിരിക്കുന്ന ആ ഒരു തേങ്ങയുടെ നാര് പുറത്തേക്ക് വരാത്ത രീതിക്ക് നമുക്ക് ഇതുപോലെ നല്ല രീതിയിൽ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ. എന്നിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് തുന്നിയും കൂടെ കൊടുക്കാം കേട്ടോ. അതായത് നമ്മൾ ആ ഒരു ഫോൾഡ് ചെയ്ത് വെച്ചാൽ മാത്രം പോരാ, നല്ല ടൈറ്റ് ആയിട്ട് തന്നെ അതിരിക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ സൂചി നൂല് ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് കോർത്തും കൂടെ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ അടിവശം ഇതുപോലൊന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ടാണ് കോർത്തെടുക്കാൻ വേണ്ടിയിട്ട് സൂചി നൂല് ഉപയോഗിച്ച് കോർത്തെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് ദിവസത്തേക്ക് വേണ്ടിയിട്ട് തന്നെ നമുക്കിത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഇതുപോലെ തുന്നിയെടുക്കാവുന്നതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് തുന്നിയെടുത്ത് നിങ്ങൾക്ക് കാണിക്കുന്നേ ഉള്ളൂ കേട്ടോ. നല്ല ഭംഗിക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് അതുപോലെ തുന്നിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഉള്ളിലുള്ള ആ ഒരു നാര് പുറത്തേക്ക് വരാത്ത രീതിക്ക് നല്ല ടൈറ്റായിട്ടൊന്ന് ഇതുപോലൊന്ന് തുന്നിയെടുക്കുന്നുണ്ട്. അത് ആ മാസ്കിൻ്റെ ഉള്ളിൽ ആ ഒരു ചകിരി, അത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തേങ്ങയുടെ ചകിരി അല്ലെങ്കിൽ നാര് ഞാൻ വെച്ച് കൊടുത്ത് ഇതുപോലെ നമ്മുടെ മാസ്ക് ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട്. സാധാരണഗതിയിൽ ഒരുപാട് പേർക്കുള്ള ഒരു പ്രശ്നമാണ് പാത്രം കഴുകുമ്പോൾ കൈക്ക് നല്ല രീതിയിൽ അലർജി ഉണ്ടാവുക എന്നുള്ളത്. അതായത് ഒരു സ്റ്റീൽ സ്ക്രബ്ബർ അല്ലെങ്കിൽ പാത്രം കഴുകുന്ന ആരൊക്കെ ഉപയോഗിക്കുമ്പോൾ കൈക്ക് അലർജി ഉണ്ടാവുക എന്നുള്ളത്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ചിരട്ട കത്തിച്ച ആ ഒരു പൊടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അത് കുറച്ച് ലിക്വിഡ് ഡിഷ് വാഷുമായിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഞാനിവിടെ ഉപയോഗിക്കാറ്. അപ്പോൾ അതും ഞാൻ ആ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ റെഡിയാക്കി മാസ്ക് ഉപയോഗിച്ച് നമ്മുടെ പാത്രങ്ങളൊക്കെ നല്ല വൃത്തിക്ക് തന്നെ നമുക്ക് കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നാരാണ് നമ്മൾ ഉള്ളിൽ വെച്ച് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മാസ്ക് ഉപയോഗിച്ച് നമ്മൾ പാത്രം കഴുകുമ്പോൾ നമ്മുടെ കൈക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാവുകയില്ല. മറിച്ച് നമ്മൾ തേങ്ങയുടെ നാരൊക്കെ ഉപയോഗിച്ച് പാത്രം കഴുകുന്നതുകൊണ്ട് തന്നെ നമ്മുടെ കൈക്ക് അത്രത്തോളം നല്ലതാണ്. അതുമാത്രമല്ല, ഇതുപോലെ നമ്മൾ തേങ്ങയുടെ നാര് ഉപയോഗിച്ച് പാത്രമൊക്കെ കഴുകുമ്പോൾ നല്ല രീതിയിൽ തന്നെ നമ്മുടെ പാത്രമൊക്കെ വെട്ടിത്തിളങ്ങുകയും ചെയ്യും. മാത്രമല്ല, നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ് നമുക്ക് ആഴ്ചയിൽ ഒരു വട്ടം ആ ഒരു മാസ്ക് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ആ ഒരു നാര് നമുക്ക് റിമൂവ് ചെയ്തിട്ട് വേറെ പുതിയൊരു നാര്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നാര് നമുക്ക് വെച്ച് കൊടുക്കാവുന്നതുമാണ് കേട്ടോ. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ്. വെറുതെ വലിച്ചെറിയുന്ന തേങ്ങയുടെ നാര് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു കിടിലൻ ടിപ്പാണ്. ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിൽ വെള്ളം എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് മുറിക്കാനുള്ള തേങ്ങ ആ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്ത് ഇതുപോലെ നമുക്ക് നല്ല രീതിയിൽ ആ ഒരു തേങ്ങയെ വെള്ളത്തിലേക്ക് ഇതുപോലെ ഒന്ന് മുക്കിയെടുക്കാം. അതായത് ഒരു 5 മിനിറ്റ് സമയം നമുക്ക് ആ ഒരു തേങ്ങ ഇതുപോലെ വെള്ളത്തിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം. അന്നതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു തേങ്ങ മുറിക്കാൻ പോകുന്നത്. സാധാരണഗതിയിൽ തുടക്കക്കാർക്ക് ഈ ഒരു തേങ്ങ പൊട്ടിക്കുക എന്നുള്ളത് വളരെ പേടിയുള്ള ഒരു കാര്യമായിരിക്കും. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു ടിപ്പ്. അല്ലാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനൊരു ചെറിയൊരു നൂലും എടുത്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് സമയം വെള്ളത്തിലിട്ട് വെച്ച ആ ഒരു തേങ്ങയുടെ നടുഭാഗത്തേക്കായിട്ട് നമുക്ക് ഈ ഒരു നൂല് ഇതുപോലെ ലെവൽ ചെയ്തൊന്ന് ചുറ്റിയെടുക്കാം. തുടക്കക്കാർക്ക് ഏറ്റവും പേടിയുള്ള ഒരു കാര്യമാണ് തേങ്ങ പൊട്ടിക്കുക എന്നുള്ളത്. ഞാനും തുടക്കത്തിലൊക്കെ അങ്ങനെയായിരുന്നു കേട്ടോ. അതാണ് ആ ഒരു കാര്യം ഞാൻ എടുത്തു പറയുന്നത്. ഇപ്പം നമ്മൾ ചുറ്റിയ ആ ഒരു നൂലിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് അല്ലെങ്കിൽ നൂലിൻ്റെ മുകളിലേക്കായിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ ഇടിക്കല്ല് ഉപയോഗിച്ചതുപോലെ ഒന്ന് 2 തട്ടൊന്ന് തട്ടിക്കൊടുത്താൽ മതിയാകും. കറക്റ്റ് ലെവലിൽ നമ്മുടെ തേങ്ങ നമുക്ക് പൊട്ടിക്കിട്ടും. വളരെ ഈസി ആയിട്ട് തന്നെ തേങ്ങ പൊട്ടിക്കാനുള്ള ഒരു കിടിലൻ മെത്തേഡാണ് കേട്ടോ ഇത്. ട്രൈ ചെയ്ത് നോക്കുക. മാത്രമല്ല, നമ്മൾ ഒരു 5 മിനിറ്റ് സമയം തേങ്ങ ഇതുപോലെ വെള്ളത്തിലിട്ട് കുതിർത്തുകൊണ്ട് തന്നെ ആ ഒരു തേങ്ങയുടെ ഓട് നമുക്ക് വേഗത്തിൽ തന്നെ പൊട്ടിക്കിട്ടും. നമ്മൾ ആ ഒരു നൂല് ചുറ്റിയിട്ട് ഇടികല്ല് വെച്ച് ഇടിക്കുമ്പോൾ ആ ഒരു ലെവലിൽ നമുക്ക് നമ്മുടെ തേങ്ങ പൊട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടും സാധിക്കും. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയൊരു ടിപ്പാണ്. ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തേങ്ങ ഞാൻ ഇതുപോലെ ഒന്ന് എടുത്തിട്ടുണ്ട്. അതും അരമൂടി തേങ്ങ മാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അന്നതിന് ശേഷം നമുക്ക് തേങ്ങ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അരമൂടി തേങ്ങ ചിരവയും എടുക്കാവുന്നതാണ്. ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് തേങ്ങ ഇതുപോലെ വലുതാക്കിയിട്ട് എടുത്തത്. അതിനുശേഷം നമുക്ക് ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതിയാകും.
അപ്പോൾ ദാ അരമൂടി തേങ്ങ ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ തേങ്ങാപ്പാലാണ് കേട്ടോ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതും നമുക്ക് ഒരാഴ്ചത്തേക്കുള്ള തേങ്ങാപ്പാലാണ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതെങ്ങനെയാണെന്നുള്ളതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യമേ നമ്മൾ ഇട്ട് കൊടുത്ത തേങ്ങ ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതായത് അരമൂടി തേങ്ങയ്ക്ക് 1/2 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിൽ ചെറിയ ചൂടോട് കൂടിയുള്ള വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ടൊന്ന് ഇതുപോലൊന്ന് ചുറ്റിച്ചെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ തേങ്ങാപ്പാലൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ അരിച്ചെടുക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തേങ്ങാപ്പാൽ എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഇതാ അരമുടി തേങ്ങയിൽ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ തന്നെ ദാ ഇവിടെ 1 ബൗൾ അളവിലേക്ക് തേങ്ങാപ്പാൽ റെഡി ആയിട്ടുണ്ട്. ഏകദേശം ഒരു 1/4 ലിറ്റർ അളവിൽ. നല്ല ഇളം തേങ്ങയാണെങ്കിൽ തേങ്ങാപ്പാലും അതുപോലെ നല്ല തിക്കായിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അതിന് ശേഷം നമ്മൾ റെഡിയാക്കിയ തേങ്ങാപ്പാൽ ഇതുപോലെ ഐസ് ട്രേയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ നമ്മൾ ഐസ് ട്രേയിൽ ഒഴിച്ചു കൊടുത്ത് നല്ല തേങ്ങാപ്പാൽ ക്യൂബ്സായിട്ട് നമ്മൾ എടുത്ത് വെക്കുകയാണെങ്കിൽ ആഴ്ചകളോളം നമ്മൾ വെച്ചാലും നമ്മുടെ ഈ ഒരു തേങ്ങാപ്പാൽ കേടാവില്ല. മാത്രമല്ല രാവിലെ നമ്മൾ ഹറിബറിയായിട്ട് ഒരുപാട് പേർക്കുള്ള ഒരു പ്രശ്നമാണ് ഇന്നത്തെ കാലത്ത് പെണ്ണുങ്ങളും, അതായത് ഹൗസ് വൈഫും ജോലിക്ക് പോകുന്ന ഒരു അവസ്ഥയാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ രാവിലെ എല്ലാ ജോലിയും കഴിഞ്ഞിട്ട് ജോലിക്ക് പോവുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു കിടിലൻ ടിപ്പാണ് കേട്ടോ ഇത്. അപ്പോൾ അത് രാത്രിയിലാണ് ഞാൻ ഈ ഒരു തേങ്ങാപ്പാൽ ഫ്രിഡ്ജിലേക്ക് വെച്ചത്. രാവിലെ നോക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ നമ്മുടെ തേങ്ങാപ്പാൽ ക്യൂബ്സൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ആവശ്യത്തിനനുസരിച്ച് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചുള്ള കറിയൊക്കെ റെഡിയാക്കുന്ന സമയത്ത് വേഗത്തിൽ എളുപ്പത്തിൽ തന്നെ നമുക്കിത് എടുത്തിട്ട് ഉപയോഗിക്കാവുന്നതാണ്. കുറച്ച് കൂടുതൽ അളവിലൊക്കെ നമ്മൾ എടുത്ത് റെഡിയാക്കി വെക്കുകയാണെങ്കിൽ മാസങ്ങളോളം തന്നെ നമുക്ക് ഈ ഒരു ഐസ് ക്യൂബ്സ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഉറപ്പായിട്ടും നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നമ്മുടെ ഈ ഒരു ഐസ് ക്യൂബ്സ് നമ്മൾ ഫ്രീസറിൽ സൂക്ഷിച്ചാൽ മതിയാകും. മാസങ്ങളോളം തന്നെ കേടുകൂടാണ്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇപ്പോഴും നമ്മുടെ അരമൂടി തേങ്ങ നമുക്കവിടെ ബാക്കി ഇരിപ്പുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് വെറും അരമൂടി തേങ്ങ മാത്രമാണ്. അപ്പോൾ ഇതാ നമ്മുടെ തേങ്ങാപ്പാൽ പിഴിഞ്ഞ ആ ഒരു തേങ്ങയാണ് ഞാനിവിടെ എടുത്ത് വെക്കുന്നത്. ഇതും നമുക്ക് വലിച്ചെറിയേണ്ട ആവശ്യമില്ല. നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ തോരനൊക്കെ വെക്കുന്ന സമയത്ത് നമുക്കിത് ആ ഒരു തോരനിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. തേങ്ങയൊക്കെ നമ്മൾ കറിയൊക്കെ വെക്കുന്ന സമയത്ത് ആ ഒരു കറിയിലേക്ക് നമുക്ക് തേങ്ങ ഉപയോഗിച്ചിട്ടുള്ള കറിയാണെങ്കിൽ അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കണ്ടെയ്നറിലേക്ക്, അതായത് ഒരു ടിഫിൻ ബോക്സിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതുപോലുള്ള ബോക്സിലൊക്കെ നമ്മൾ ഇട്ട് വെക്കുകയാണെങ്കിൽ ഇതുപോലുള്ള തേങ്ങയും കാര്യങ്ങളൊക്കെ ഒരുപാട് ദിവസത്തേക്ക് തന്നെ അതിൻ്റെ ചുവയിലൊക്കെ അല്ലെങ്കിൽ ഒരു മണത്തിലൊക്കെ വ്യത്യാസം കൂടാണ്ട് കൊണ്ട് നമുക്ക് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അല്ലാണ്ട് കൊണ്ട് നമ്മൾ തേങ്ങയും കാര്യങ്ങളൊക്കെ പ്ലാസ്റ്റിക് ബൗളിലൊക്കെ നമ്മൾ ഇട്ട് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഒരു തേങ്ങ ചീത്തയായി പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാനത് എടുത്ത് പറഞ്ഞത്. അപ്പോൾ ഇതാ ഞാൻ ഇതുപോലൊരു ബോക്സിൽ സ്റ്റീൽ കണ്ടെയ്നറിലാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതുപോലെ ഞാൻ എടുത്ത് വെക്കുന്നുണ്ട്. നമുക്ക് ഇതും ഈ ഒരു തേങ്ങാപ്പാൽ പിഴിഞ്ഞ തേങ്ങയും നമുക്ക് തോരനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതുകൊണ്ട് അതും നമുക്ക് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ എടുത്തു വെച്ച ആ ഒരു തേങ്ങാപ്പാൽ പിഴിഞ്ഞ തേങ്ങ ഞാൻ പകുതിയോളം എടുത്ത് അത് വറുത്തും കൂടെ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. കാരണം ഒരുപാട് കറികളിലേക്ക് നമ്മൾ ഇതുപോലെ വറുത്ത തേങ്ങയും ഉപയോഗിക്കാറുണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൽ പകുതിയോളം എടുത്ത് ഞാൻ വറുത്ത തേങ്ങയും റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഫ്രൈങ് പാന് ജസ്റ്റ് ഒന്ന് ചൂടായപ്പോൾ അതിലേക്ക് ഞാൻ അതിൻ്റെ പകുതിയോളം, അതായത് ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ അളവിലേക്ക് നമ്മൾ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്ത ആ ഒരു തേങ്ങയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ചെറിയൊരു കൈപ്പിടി അളവിലേക്ക് കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് നന്നായിട്ട് നമുക്ക് ഇതുപോലൊന്ന് ചൂടാക്കി കളർ ചേഞ്ച് ആക്കി എടുക്കാം. അതായത് നമ്മൾ തേങ്ങയൊക്കെ വറുത്തെടുക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ വറുത്തെടുക്കണം. ഈ ഒരു സമയത്ത് വേണമെങ്കിൽ കുറച്ച് കോക്കനട്ട് ഓയിലും ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. പക്ഷേ ഞാനിവിടെ ചേർത്തിട്ടില്ല. അങ്ങനെ തന്നെയാണ് ഫ്രൈങ് പാനിലിട്ടിട്ട് കളർ ചേഞ്ച് ആക്കി എടുക്കുന്നത്. അപ്പോൾ ഇതാ ലോ ഫ്ലെയിമിലിട്ടിട്ട് വെറും 5 മിനിറ്റ് സമയം കൊണ്ട് നമ്മുടെ തേങ്ങ നല്ല രീതിയിൽ തന്നെ കളർ ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വറുത്ത തേങ്ങയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കറിവേപ്പിലിട്ട് വറുത്ത് നമ്മുടെ തേങ്ങയും നമുക്ക് ഇതുപോലൊരു കുപ്പിയിലേക്ക് മാറ്റി വെക്കാം. തേങ്ങ ആയതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക് കണ്ടെയ്നർ ഒന്നും ഉപയോഗിക്കാണ്ട് കൊണ്ട് ഇതുപോലുള്ള ഗ്ലാസ് കണ്ടെയ്നേഴ്സ് തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ ഇതാ നമ്മൾ വറുത്ത തേങ്ങയും ഇതുപോലെ ഞാനൊരു കുപ്പിയിലേക്ക് ആക്കിയിട്ട് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. വറുത്ത തേങ്ങ ആയതുകൊണ്ട് ഇത് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യണം എന്നുള്ളതില്ല. നമുക്ക് ഒരാഴ്ചത്തേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. വെറും മൂടി തേങ്ങയുണ്ട്, വറുത്ത തേങ്ങ, അതുപോലെ തന്നെ തോരന് വേണ്ടിയിട്ടുള്ള തേങ്ങ, അതും ചിരവാണ്ട് കൊണ്ട് മിക്സിയിലിട്ട് ചുറ്റിച്ചെടുത്ത് നല്ല ചിരവിയ പോലുള്ള തേങ്ങ, അതുപോലെ തന്നെ തേങ്ങാപ്പാലൊക്കെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇപ്പോഴും നമ്മളെടുത്ത് അരമൂടി തേങ്ങ ബാക്കിയാണ്. ഈ ഒരു രീതിയിലാണ് നമ്മൾ തേങ്ങ ഉപയോഗിക്കുന്നതെങ്കിൽ 1 മാസത്തേക്ക് നമുക്ക് ഈ ഒരു തേങ്ങ ധാരാളമല്ലേ? ഉറപ്പായിട്ടൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന എല്ലാ ടിപ്സുകളും നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനകരമായെന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി ഒരു തേങ്ങ മാത്രം ഉണ്ടായാൽ 1 മാസത്തേക്ക് ധാരാളമായിട്ട് ഉപയോഗിക്കാം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അല്ലേ? മാത്രമല്ല ഇതുപോലുള്ള നല്ല കുറേ വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതും കൂടെ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ്.